വെൽക്കം ബാക്ക്. തമിഴ് സിനിമയിലെ പാസം അറഞ്ചം പറഞ്ഞ് ആക്ഷേപിക്കുന്ന നമ്മൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് വെക്കുന്ന ഒന്നാണ് മലയാള സിനിമയിലെ പാസം. പാസത്തിന്റെ പേരും പറഞ്ഞൊരു പാവപ്പെട്ടവനെ ആജീവനാന്ത അടിമക്കണ്ണനാക്കി രാവും പകലും പട്ടിയെ പോലെ പണിയെടുപ്പിക്കുന്ന കഥയാണ് കഥ, തിരക്കഥ, സംഭാഷണം ടി എ റസാഖ്, വിച്ച് മീൻസ് ശോകം, കട്ട ശോകം. ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടാൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നമില്ലെന്ന് തോന്നിപ്പോകും. ആക്ച്വലി ഹി ലൈക്ക് ടു വാച്ച് പീപ്പിൾ ക്രൈ. ഒറ്റപ്പെടൽ, ഹ്യൂമിലിയേഷൻ, പരിഹാസം, ഇങ്ങനെ ഓഡിയൻസിനെ ഇമോഷണലി ട്രോമറ്റൈസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സ് തന്നെ ഉണ്ട് പുള്ളിക്കാരന്. നമുക്ക് ഏതൊരു സിറ്റുവേഷനും ഇമോഷണലി ആൻഡ് റാഷണലി അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇമോഷണലി വിലയിരുത്തുന്ന ഒരാളാണെങ്കിൽ വളർത്തി വലുതാക്കിയ പാരന്റ്സിന് നിങ്ങളുടെ ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കാൻ സമ്പൂർണ്ണ അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും. ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഭർത്താവിന്റെ കാൽക്കീഴിലെ അടിമയാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും. ബട്ട് ഇതേ കാര്യങ്ങൾ റാഷണലി ചിന്തിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അതൊക്കെ കുണ്ടറ NDPCP പറഞ്ഞാൽ മതി എന്ന് പറയും. മെജോറിറ്റി ഓഡിയൻസ് ഇമോഷണലി മാത്രം വിലയിരുത്തിയ ഒരു സിനിമയെ റാഷണലി അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഈ സിനിമ മോശമാണെന്ന് പ്രസ്താവിക്കാനുള്ള കഷ്ടപ്പാടല്ല. ഒരു പേരുകേട്ട തറവാട്, അവിടെ കംബാക്ക് നടത്തുന്ന ഒരു സൂപ്പർ സ്റ്റാർ, കാശിനും സ്വത്തിനും പുറകെ പോകുന്ന മക്കളേക്കാൾ അമ്മയോട് സ്നേഹമുള്ള ഔട്ട്സൈഡർ, മക്കൾ സ്വത്ത് ഭാഗം വെച്ച് കുടുംബം കൊളന്നുകൊണ്ട് സ്ഥലം വിടുമ്പോൾ ഔട്ട്സൈഡറിന്റെ കൂടെ കുഞ്ഞു വീട്ടിൽ സന്തോഷമായി ജീവിക്കുന്ന അമ്മ വിത്ത് നയൻതാര ആസ് എ നാട്ടുപുറത്തുകാരി. ഈവൻ യൂട്യൂബ് അൽഗോരിതം is aware of this similarity. Unlike മനസ്സിനക്കരെ, here the outsider is trapped. മീറ്റ് കൃഷ്ണൻ, മിഡിൽ ഏജ്, അൺമാരീഡ്, അൺഎഡ്യൂക്കേറ്റഡ്, മൾട്ടിപർപ്പസ് അടിമ. കുഞ്ഞായിരുന്നപ്പോൾ പാരന്റ്സിനെ നഷ്ടപ്പെട്ട ആ കുടുംബത്തിലേക്ക് ചിരിച്ചോണ്ട് കയറി വന്നപ്പോൾ കൃഷ്ണൻ അറിഞ്ഞില്ല തറവാട്ടിലെ ഉപ്പും ചോറും കോട്ടയിൽ അടിമക്കണ്ണം പോസ്റ്റിലേക്കാണ് അവൻ ജോയിൻ ചെയ്തതെന്ന്. പകൽ സമയത്ത് ഹീസ് ഷെഫ്, സീനിയർ കെയറർ, ഡെലിവറി ബോയ്, ഫിനാൻഷ്യൽ എക്സ്പെർട്ട്, കസ്റ്റമർ സപ്പോർട്ട്, രാത്രി അയാൾ ഡിഷ് വാഷർ ആൻഡ് സെക്യൂരിറ്റി. നാട്ടിൽ തന്നെ യൂറോപ്യൻ NRI ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന കൃഷ്ണന് ക്യാഷിനും കംഫർട്ടിനും പകരം കിട്ടിക്കൊണ്ടിരുന്നത് ആട്ടും തുപ്പും തന്തകിളിയും. ആ വീട്ടിൽ അടിമക്കണ്ണം ചെയ്യുന്ന ജോലികളുടെ ലിസ്റ്റ് എടുത്താൽ കറവക്കാരൻ, വിറകുവെട്ടുകാരൻ, കൃഷിപ്പണിക്കാരൻ, കുക്ക്, ക്ലീനർ, ഹോം നഴ്സ്, ചുമട്ടുതൊഴിലാളി, മുറ്റമടി, താളമടി, അരിയാട്ടൽ, ആട്ട് കേക്കൽ, സപ്ലയർ, മിക്സർ ഗ്രൈൻഡർ, റേഡിയോ, സെക്യൂരിറ്റി. നിൽക്കാനും സമ്മതിക്കില്ലല്ലോ. ഈ മാട് ജീവിതത്തിനിടയ്ക്ക് കുറച്ച് മീ ടൈമിന് വേണ്ടി വന്ന് കിടന്ന അപ്പ തുടങ്ങും. കൃഷ്ണ 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 പുല്ല് തള്ളേന്റെ പുകണ്ട അടങ്ങും. ഇതാണ് തങ്കമനസ് മമ്മി, AK ഗോൾഡൻ മമ്മി. മമ്മിയുടെ മനസ്സ് നല്ല തങ്കപ്പെട്ടതായതുകൊണ്ട് തന്നെ ഒരു അനാഥ കുട്ടിയെ കിട്ടിയപ്പോൾ അവനെ ജോലിക്കാരനായിട്ട് തന്നെ വളർത്തി. മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചെങ്കിലും സ്കൂളിൽ ചേർത്തപ്പോൾ കരഞ്ഞെന്ന കാരണം പറഞ്ഞ് കൃഷ്ണന് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കൊടുത്തില്ല. രാവും പകലും പണിയുള്ള ഈ അടിമപ്പാളയത്തിൽ ഒരു പെണ്ണ് കെട്ടാളെ ഗ്യാപ്പ് പോലും കൊടുത്തില്ല. അതൊക്കെ പോട്ടെന്ന് വെച്ചാൽ ഈ പടപണ്ടാര വീട്ടിൽ ഒരു അടച്ചുറപ്പുള്ള മുറി പോലും കൊടുത്തിട്ടില്ല. തങ്ക മനസ്സമ്മച്ചി. അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല. ഗോൾഡൻ മമ്മിക്ക് എല്ലാ കാര്യത്തിനും കൃഷ്ണൻ വേണം. ഒരു കൈ അകലത്തിലിരിക്കുന്ന ഫോൺ എടുക്കാൻ വരെ. ലുക്ക് മിസ്റ്റർ ഗോൾഡൻ മമ്മി, ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു തരക്കാരല്ലേ? ഫീലായോ? ജസ്റ്റ് ഗെറ്റിംഗ് ബ്രോ. അനാഥയായ കൃഷ്ണന് ആഹാരം, കിടപ്പാടം, കുടിവെള്ളം തുടങ്ങിയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തപ്പോഴും പ്രധാനപ്പെട്ട ഒന്ന് മാത്രം കൊടുത്തില്ല: സ്വാതന്ത്ര്യം. കൃഷ്ണ 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 കൃഷ്ണ. ഗോൾഡൻ മമ്മിക്ക് അടിമക്കണ്ണനോടുള്ളത് ഒരു ഓൺ ഓഫ് മദർഹുഡ് ആണ്. അവർ മാത്രമുള്ള ടൈമിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി മകനെന്നും പറഞ്ഞ് പാസത്തിൽ മുക്കിയെടുക്കും. കുടുംബക്കാരെല്ലാം കൂടി ജോലിക്കാരനെന്നും പറഞ്ഞ് വളഞ്ഞിട്ട് ആക്ഷേപിക്കുമ്പോൾ അമ്മച്ചിയുടെ അണ്ണാക്കി പിരിയണം. ഇത്രയും ഗൗരവമായിട്ട് കുടുംബകാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഒരു ജോലിക്കാരൻ വായും പൊളിച്ച് നിൽക്കണത് എന്തിനാ? എന്തിനാ ഇങ്ങനെ ഒരാള്? പോത്ത് പോലെ ചങ്ങായി, മൂക്കുമുട്ട മിഷ്ടാന ഭോജനം. വലിയ വർമ്മ, ചെറിയ വർമ്മ, ഇൻകമിംഗ് വർമ്മ, ഔട്ട് ഗോയിങ് വർമ്മ, കൺവിൻസിംഗ് വർമ്മ, അങ്ങനെ എല്ലാവർക്കും വാലുള്ള ആ കുടുംബത്തിൽ വാലില്ലാത്ത കൃഷ്ണനെ പരസ്യമായി മകനായി അംഗീകരിക്കാനുള്ള അത്രയും പുരോഗമന ചിന്താഗതിക്കാരി അല്ലാത്ത ഗോൾഡൻ മമ്മി കൃഷ്ണന് പാസം കൊടുത്ത് മയക്കി യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. പാസം ഒരു ന്യൂറോടോക്സിൻ ആണ്. പാസം അടിച്ച വിവേകം നഷ്ടപ്പെടും. അമ്മച്ചിയുടെ പാസം സ്പെൽ വാസ് സോ സ്ട്രോങ് ദാറ്റ് ഇത്രയും ഹ്യൂമിലിയേഷൻ അനുഭവിച്ചിട്ടും സ്വന്തം പാരന്റ്സിനെ തപ്പിപ്പോകണമെന്ന ചിന്ത പോലും അടിമക്കണ്ണനുണ്ടായില്ല. ബിക്കോസ് ഫോർ ഹിം there is only one master. ഈ കാൽച്ചോട്ടിൽ നീ കൃഷ്ണൻ എങ്ങോട്ടും പോവില്ല. നന്ദിയും വിധേയത്വവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെ അടിമക്കണ്ണൻ ആഫ്റ്റർ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് പാസം ഈശ്വരമംഗലത്തെ മ്ലാത്തിച്ചേട്ടത്തിക്ക് വേണ്ടി ആട്ടും തുപ്പും തന്തയ്ക്കുവിളിയും കേട്ട് രാവും പകലും ശമ്പളമില്ലാതെ പട്ടിപ്പണി എടുത്തുകൊണ്ടേയിരുന്നു. ഈ കാൽച്ചോട്ടിൽ നീ കൃഷ്ണൻ എങ്ങോട്ടും പോവില്ല. ബാല്യകാലം മുതൽ അമ്മച്ചിയുടെ കഷായം ലേഖ്യം ഷെയറിട്ടടിക്കുന്ന പ്രായം വരെ അടിമയിൽ നിന്ന് മകനിലേക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് മണ്ടടച്ച കൃഷ്ണന്റെ ഈ അൺകണ്ടീഷണൽ ഫെയ്ത്തിന് പിന്നിൽ ഒരു അൺസർട്ടനിറ്റിയാണ്. മകനായിട്ട് വളർത്തിയിരുന്നെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, സ്വത്ത് കൊടുക്കേണ്ടി വരും. ജോലിക്കാരനായിട്ട് തന്നെ പരിഗണിച്ചാൽ ശമ്പളം കൊടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ കൃഷ്ണന് തന്നെ അയാൾ അവിടുത്തെ ആരാണെന്നൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഈ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരാൾ വരും. ഷർട്ട് ഇടാനല്ലേ? വെൽക്കം ബ്രോ.
കൃഷ്ണന് കുറച്ച് വേണ്ടാത്ത ശീലങ്ങളുണ്ട്. എവിടെ ലൈറ്റ് കണ്ടാലും അത് ഓഫാക്കും. എന്തിനാ തള്ളി ഇപ്പൊ ഇവിടെ ഒരു ലൈറ്റ്? ഒറ്റയ്ക്ക് പോകും. എല്ലാ മുറിയിലും ലൈറ്റ് തെളിച്ചിട്ടിരിക്കുക. ആ ലൈറ്റ് കിടത്തി കിടന്ന് ഉറങ്ങാൻ നോക്കാം. നിങ്ങൾക്ക് ആർക്കും ഉറക്കില്ലേ? തനിക്ക് ഉറങ്ങാൻ നേരം വാങ്ങി പോയി ഉറങ്ങണോ? ഇയാൾ പറഞ്ഞിട്ട് ഉറങ്ങാൻ ഞങ്ങൾ എന്താ കുട്ടികളോ? തൊട്ടപ്പുറത്താ സന്ധ്യക്ക് തിരികൊടുക്കുന്ന അച്ഛന്റെ അസ്ഥിത്തറ. നമ്മൾ അങ്ങോട്ട് കാണില്ലേലും ഇങ്ങോട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മതി കുടിച്ചതും കളിച്ചതും ഒക്കെ. പോയിക്കൊണ്ട് തുടങ്ങിക്കോളും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മുടെ ചില ശീലങ്ങൾ മാറ്റിത്തരാൻ ക്ഷണിക്കപ്പെടാത്ത ചിലർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. എന്നിട്ട് കരണകുറ്റി അടിച്ചങ്ങ് പൊട്ടിക്കും. അപ്പൊ ആ ശീലം മാറിക്കിട്ടും. മതി കുടിച്ചതും കളിച്ചതും ഒക്കെ. പോയിക്കൊണ്ട് തുടങ്ങിക്കോളും. കണക്കില്ലാത്ത കാശ് വിമാനക്കൂലിയും കൊടുത്ത് കണ്ടെത്താത്ത ദൂരത്ത് വന്ന കുട്ടിയാ. അവന്റെ അടുത്താ ഈ മണ്ടങ്കടാരൻ കറണ്ട് ബില്ലിന്റെ എച്ചിക്കണക്ക് പറയണേ. സിറ്റി ലൈഫിലെ സ്ട്രെസ്സും പ്രഷറും മാറ്റി വെച്ച് ഒരു എസ്കേപ്പിന് വേണ്ടി വന്ന് സമാധാനമായിട്ടിരുന്ന് ചില്ല് ചെയ്യുമ്പോൾ ഈ ബൂമർ വന്നിട്ട് വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്, ചത്തുപോയ അപ്പാപ്പം വീഗനായിരുന്നു, അതുകൊണ്ട് അയാളുടെ കുഴിമാടത്തിന് 100 മീറ്റർ ചുറ്റളവിൽ നോൺ വെജ് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് കാരണക്കുറ്റി അടിച്ച് പൊട്ടിക്കും. അങ്ങനെ കൃഷ്ണന്റെ ഈ ക്രിമിനേടി മാറ്റാൻ കയ്യിൽ 5 വിരലും കവളി പതിപ്പിച്ചു കൊടുത്ത് കൃഷ്ണൻ അവിടെ ആരാണെന്ന് ഷർട്ടൂരാൻ ഒരു ക്ലാരിറ്റി വരുത്തി കൊടുത്തു. ഷർട്ടൂരാന്റെ കയ്യിൽ നിന്ന് ബേഷ കിട്ടിയതിനു ശേഷം കൃഷ്ണൻ സ്വന്തം റൂമിലെ ലൈറ്റ് ഒരു ഓഫ് ആക്കിയിട്ടില്ല. വെൽഡൻ മിസ്റ്റർ ഷർട്ടൂരാൻ. ഒരു അൺബയസ്ഡ് ബ്രെയിൻ വെച്ച് ചിന്തിക്കുവാണെങ്കിൽ അമ്മച്ചി ഹാഡ് എ ഗുഡ് ആൻഡ് കംഫർട്ടബിൾ ലൈഫ്. മക്കളൊക്കെ വെൽ സെറ്റിൽഡ് ആണ്. ഷീ ഈസ് ഫിൽത്തി റിച്ച്. ബേസിക്കലി നോ റെസ്പോൺസിബിലിറ്റി, നോ ലയബിലിറ്റി, നോ ഡിപ്പെൻഡൻസ്. 3 നേരം പുട്ടടിക്കുക, സുഖമായി ജീവിക്കുക. ടോട്ടൽ പോപ്പുലേഷന്റെ 85% ആഗ്രഹിക്കുന്ന ഇത്രയും കംഫർട്ടബിൾ ആയ ഒരു റിട്ടയർമെന്റ് ലൈഫ് കിട്ടിയ അമ്മച്ചിക്ക് കയ്യാളായി നിന്ന് സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നത് ഈസ് നോട്ട് പാവനമായ ത്യാഗം, ഇറ്റ്സ് സ്റ്റുപ്പിഡിറ്റി. നിസ്സഹായർക്കും നിരാലംബർക്കും വേണ്ടി ത്യാഗം ചെയ്യുന്നത് നന്മ. ഇതുപോലുള്ള പൊട്ടത്തരം കാണിച്ചാൽ യു ആർ എന്റെ മുറ്റത്തെ നന്മ മരം. കൺവിൻസിംഗ് വർമ്മയ്ക്ക് പെട്ടെന്ന് അമ്മയെ കാണാൻ ആഗ്രഹം തോന്നുമ്പോഴാണ് കഥ ആരംഭിക്കുന്നത്. എന്തേ നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ? എനിക്ക് അങ്ങനെ തോന്നി. അല്ലെങ്കിൽ തന്നെ അതിനിപ്പോ എന്തെങ്കിലും കാരണം വേണോ അമ്മ? ഇത്തവണ ഹീസ് ഓൺ എ ബിഗർ മിഷൻ. കുടുംബത്തിലെ എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഗോൾഡൻ മമ്മിയെ കുടിയൊഴിപ്പിച്ച് തറവാട് തല്ലിപ്പൊളിച്ച് മറിച്ചു വെക്കാനാണ് ടാസ്ക്. എന്തേ നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ? അതിനിപ്പോ എന്തെങ്കിലും കാരണം വേണോ അമ്മ? കാശെന്ന് കേട്ടപ്പോൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ബന്ധുക്കൾ എല്ലാവരും വന്നു. കുടുംബക്കാർക്ക് കൃഷ്ണൻ എന്നും അമ്മച്ചി മാത്രമുള്ളപ്പോ തന്നെ കൃഷ്ണന് കിടക്കപ്പുറതിയില്ല. 19 പേർക്ക് വേണ്ടി പണിയെടുത്ത് ചാവുന്നതിന് ഭേദമല്ല പാറക്കോറിയിലും പണിക്കുവാന്നും പറഞ്ഞ് കൃഷ്ണൻ വീട് വിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒരു പാഴ്സൽ വരുന്നത്. അത് അൺബോക്സ് ചെയ്യുമ്പോൾ നയൻതാര. ഒരു റിലേഷൻഷിപ്പിന് സ്കോപ്പോ ഗ്യാപ്പോ ഇല്ലാത്ത കൃഷ്ണന്റെ ലൈഫിൽ സിറ്റുവേഷൻഷിപ്പ് ഓപ്ഷൻ ആയിട്ടാണ് നയൻതാര വരുന്നത്. അതെ, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കാരണം ഉണ്ടായ റിലേഷൻഷിപ്പ്. ആരും പേടിക്കാണ്ടേ ഉള്ള സമാധാനത്തോടെ ഉറങ്ങാലോ ഇവിടെ. I don't think so. മമ്മൂക്ക എല്ലാരെയും ഔട്ട് പെർഫോം ചെയ്ത പടമായതുകൊണ്ട് നയൻതാര വെറുതെ വന്ന് മുഖം കാണിക്കുന്നുണ്ട് കുറച്ചധികം തവണ. നയൻതാര അടുത്ത 5 വർഷം തമിഴ് സിനിമയിൽ പോയി ചെയ്യാനുള്ള ഡാൻസിന്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ക്യാരക്ടറിന്റെ എൻട്രി. ചില പുസ്തകങ്ങളെ നമുക്ക് അതിന്റെ കവർ കണ്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും. മുതുക്ക് പൊട്ട്, കണ്ണാടി, IFFK എന്ന് കിട്ടിയ മുഷിഞ്ഞ തുണിസഞ്ചി. നിനക്ക് ഈ ഒരു ബാഗേ ഉള്ളൂ. യെസ്, ഷീസ് എ ബുദ്ധിജീവി എഴുത്തുകാരി. നിനക്ക് ഈ ഒരു ബാഗേ ഉള്ളൂ. According to previous generation filmmakers, intellectual ability of a female character is directly proportional to the radius of her പട്ടപ്പൊട്ട്. ഈ വിപ്ലവകാരി എഴുത്തുകാരിയുടെ കല്യാണം ഒരു ബിസിനസ് ഡീലായിരുന്നു. മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എന്തിനാ അമ്മേ? പേര് കേട്ട തറവാട്ടിന്ന് വലിയ പഠിപ്പ് ഉദ്യോഗമുള്ള ആള്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന്. യെസ്, ലൈഫിൽ വല്ലപ്പോഴും മാത്രം പ്രത്യക്ഷപ്പെടുന്ന അമ്മാവന്മാരും അമ്മായിമാരും കൂടി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അവൾക്ക് വേണ്ടി കണ്ടെത്തി ആധാരവും സാലറി സ്ലിപ്പും നോക്കി ഡീൽ ഉറപ്പിക്കുന്ന ടിപ്പിക്കൽ പോത്ത് വ്യാപാരം ടൈപ്പ് മാരേജ്. ഇങ്ങനെ കുടുംബക്കാർ നറുക്കെടുത്ത ഭർത്താവിനൊപ്പം ജീവിക്കുമ്പോഴും അവൾ എഴുതുന്ന കഥകൾ മൊത്തം അടിമക്കണ്ണനെ കുറിച്ചായിരുന്നു. എന്റെ കണ്ണനെ തനിച്ചാക്കി ഈ തണൽ വഴികളിൽ നിന്നും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. കണ്ണൻ എന്ന് പറഞ്ഞ കൃഷ്ണൻ. ഇതിലെ കണ്ണൻ ഈ കൃഷ്ണനല്ലേ? കാമകരമായുള്ള ഡിങ്കോൾഫി പുസ്തകങ്ങൾ എഴുതി നാട്ടുകാർക്ക് വായിക്കാൻ കൊടുത്തിട്ട് ഭർത്താവ് എന്തുകൊണ്ടാണ് മുഖത്ത് പോലും നോക്കാത്തതെന്ന് മനസ്സിലാവാതെ വളരെ ആശയക്കുഴപ്പത്തിലാണ് എഴുത്തുകാരി. എഴുതിയതൊക്കെ തെറ്റാണെന്നും എഴുതണത് തന്നെ തെറ്റാണെന്നും എപ്പോഴും ശപിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ പൂവിനും പുല്ലിനും കാവനും കാറ്റിനും ഋതുക്കൾക്കുമൊക്കെ അവനെ വേണമെന്നറിഞ്ഞിട്ടും പദചലനങ്ങളുടെ പിൻവിളിക്ക് കാതോർത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. ഈ ക്രിഞ്ച് സാധനമൊക്കെ അവളുടെ പെറ്റ തള്ള പോലും വായിച്ചിട്ടില്ല. കണ്ടില്ലേ, ഇറ്റ്സ് ബ്രാൻഡ് ന്യൂ. തുറന്നു പോലും നോക്കിയിട്ടില്ല. ചെമ്പകത്തണലിൽ നിന്നും ഞാൻ ഒറ്റയ്ക്ക് പോകും. അടിമക്കണ്ണന് എല്ലായിടത്തും കയറി താളം അടിക്കുന്ന ചൊറിയൻ അമ്മാവൻ മൈൻഡ് സെറ്റ് ആണ്. അണ്ണി കണ്ടതൊക്കെ വെട്ടി നുറുക്കിയിട്ട് സാമ്പാറാവോ? പാചകം അടിക്കാനല്ല, മുറ്റടിക്കാൻ എങ്ങനെ പറഞ്ഞേച്ചാ? എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തൊരു ഇവിടുത്തെ ഉപ്പുമ്പടി തെറ്റിക്കാൻ മുടങ്ങാണ്ട് കെട്ടിയെടുത്തോളൂ. അടുക്കളയ്ക്ക് പുറത്ത് നിന്നെ കണ്ടാൽ ഇങ്ങനെ കൊണ്ട എന്താ അയ്യോ? ഒന്നിൽ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാം, അല്ലെ കണ്ണ് മാറ്റി വെക്കുക. ഇതൊന്നും അല്ലെ പണി നിർത്തി പോവാ. വേണമെങ്കിലേ കുറച്ച് തലയെ കൂടെ ഒഴിച്ചോളൂ, തണുക്കട്ടെ ഒന്ന്. കൃഷ്ണൻ ജോലിക്കാരൻ മൊത്തം ചൊറിഞ്ഞ് മെയിനായി നിൽക്കുമ്പോഴാണ് ദ റിയൽ OG വരുന്നത്, ചൊറിയൻ വർമ്മ. പൊട്ടുന്ന സാധനങ്ങളുണ്ടോ ഇതിലൊക്കെ? പൊട്ടാൻ ഇതൊക്കെ എന്താ ബോംബാണ്?
ആനയെ നല്ലോണം നോക്കണം. ഇത്തിരി പോകുന്ന ഉറുമ്പിനെയൊക്കെ അല്ലേ കാണണമെങ്കിൽ നല്ലോണം നോക്കേണ്ടത്. ആനേതാ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാലോ. കാണില്ലേ? കൃഷ്ണന് മനപ്പാടാ. കിന്നാരം പറഞ്ഞു നിൽക്കാതെ അടിക്കുന്ന പെട്ടി കിടച്ചു മോന്തയ്ക്ക് രണ്ടെണ്ണം പൊട്ടിച്ചത് നിന്നോളും. കുളിക്കാൻ ചൂടോളം വേണ്ടി വരുമോ? പിന്നെ വേണ്ടി വരില്ലടാ കോപ്പ. ഹീറ്റർ 1-2 കേടായെന്നൊരു ചെറിയ ശങ്ക. പ്രസംഗിക്കാൻ നിൽക്കാണ്ട് വല്ല ഇലക്ട്രീഷ്യന്മാരെ കിട്ടുമോ നോക്കണം. ഉദിക്ക് ഇഷ്ടപ്പെട്ട പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ അത് ചതിയായി പോയിട്ടോ. ഈ നട്ട പാതയ്ക്ക് അവന്റെ കൊടപ്രഥമൻ ഒന്ന് പോടാ. ആൻഡ് ദ ഹിപ്പോക്രസി ഈസ്, ഈ പടത്തിലെ സെന്റിമെന്റ്സ് വരെ ഹയറാർക്കി ഉണ്ട്. കുടുംബക്കാർ അടിമക്കണ്ണനോട് റൂഡായി പെരുമാറുന്നത് സെന്റിമെന്റൽ സീൻ. അടിമക്കണ്ണൻ അയാൾക്ക് താഴെയുള്ളവരോട് റൂഡായി പെരുമാറുന്നത് ഈസ് ഫണ്ണി. ദിസ് ഈസ് സെലക്റ്റീവ് സെന്റിമെന്റ്സ്. കാശ് വാങ്ങി പുട്ടടിക്കാൻ വേണ്ടി വന്നവരെല്ലാം കൂടി കുടുംബസ്നേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൈ ഗൈസ് ലൈക്ക് സ്റ്റോപ്പ് ദിസ് ബുൾഷിറ്റ്. സ്വന്തം ലൈഫ് തേഞ്ഞൊട്ടിയത് മനസ്സിലാവാതെ കമ്പിത്തിരി പിടിച്ച് കറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തറവാട് പൊളിക്കാൻ പോകുന്ന കാര്യം കൃഷ്ണൻ അറിഞ്ഞത്. അതിനുശേഷം എല്ലായിടത്തും ശോകം, കരച്ചിൽ, മൂകത. പക്ഷെ അതിനിടയ്ക്ക് ഒരാൾ മാത്രം ഹാപ്പി ആയിരുന്നു. മൂടേഷ് വർമ്മ. പുള്ളിക്കാരൻ എപ്പോഴും മൂടാണ്. ഇവിടെ നല്ല മൂടാ, ഇപ്പോഴും അതിനൊരു മൂടാണ്. അതൊരു മൂടാ, ഇതൊക്കെ ഒരു മൂടില്ല. ഇവിടെ നല്ല മൂടാ, ഇവിടെ നല്ല മൂടാ. ഇവൻ തറവാട് പൊളിച്ചെടുക്കാൻ പോണെന്ന് കേട്ടപ്പോഴും ഹി ഈസ് സോ എക്സൈറ്റഡ്. പണിയുന്ന കാലത്തെ കാരണവന്മാർ അറിയാതെ അങ്ങോട്ട് പണിതുപോയി. ഇപ്പൊ പൊളിക്കാനാ പാട്. എന്നാലും അതൊരു മൂടാ, ഇവിടെ നല്ല മൂടാ. കൃഷ്ണന്റെ പ്രായവും യൗവനത്തിന്റെ എനർജിയും ഉള്ള ഒരു മനുഷ്യൻ. ഫീലായോ? ജസ്റ്റ് കിഡിങ് ബ്രോ. വയസ്സായവരെ ആ കാരണം പറഞ്ഞ് കളിയാക്കുന്ന ശരിയാണ്. തളേ എന്തിനാ തള്ളി എടുക്കുന്നല്ലേ? പഴയ സാധനം ഉണ്ട്, എടുക്കോ? ആ എടുത്തോളാം. ഇതാണ് സാധനം. ഇടയ്ക്കൊന്ന് നോക്കിക്കോളൂ. ഏതാണ്ട് മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ആരായാലും ശരി, എന്നെ തള്ളേന്ന് വിളിക്കുന്ന എനിക്കിഷ്ടല്ല. വേണ്ട, മോളേന്ന് വിളിക്കാം. എന്താ പോരെ? അങ്ങനെ വീട് പൊളിക്കാൻ തുടങ്ങിയതുകൊണ്ട് അമ്മയെ കൺവിൻസിംഗ് വർമ്മ കൊണ്ടുപോയി. അടിമക്കണ്ണ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അമ്മച്ചി പോയി. വിദ്യാഭ്യാസം ഇല്ല, ജോലിയില്ല, കൂലിയില്ല. അമ്മച്ചി തന്നിട്ട് പോയ പാസം പൊഴിഞ്ഞാൽ തിന്നാനും പറ്റില്ല. ഇനി വല്ല തൊഴിലുറപ്പിനും പോയി സമാധാനമായി സ്വന്തം കാര്യം നോക്കി ജീവിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോ അമ്മച്ചി ഈസ് ബാക്ക്. ഇനി ഐശ്വര്യമായിട്ട് നിന്റെ കൈ കൊണ്ട് തന്നെ അടുപ്പിൽ തീ കൂട്ടിക്കോളും. ടോർച്ച് മടിയായിട്ട് ഉമ്മർത്ത് നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉറങ്ങാ കൃഷ്ണ? ഇൻ അതർ വേർഡ്സ്, കയ്യാളായിട്ടും കാവൽക്കാരനായിട്ടും നീ ഇല്ലെങ്കിൽ അമ്മച്ചിക്ക് ഉറക്കം വരില്ലെന്ന്. തങ്ക മനസ്സമ്മച്ചി. അവിടെ എന്തിന്റെ കുറവുള്ളത്? നീ ഇല്ലല്ലോ അവിടെ. സ്വന്തം മക്കൾ 4 പേരും ബേബി സിറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അമ്മച്ചി നടത്തിയ കാൽക്കുലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു കൃഷ്ണൻ. ഇനി നന്ദിയുടെ പേരും പറഞ്ഞ് കുമ്പിടാൻ അമ്മച്ചിക്ക് 2 പേരായി. നിങ്ങളെല്ലാം കരുതും പോലെ ഒരു സ്വാർത്ഥനായ മകനല്ല കൺവിൻസിംഗ് വർമ്മ. അമ്മയുടെ ആഗ്രഹം അമ്മ പോലും അറിയാതെ നടത്തിക്കൊടുത്ത ഒരു സൽപുത്രനാണ്. നമ്മള് 2 മനുഷ്യജീവികൾക്ക് എന്തിനാത്ര വലിയൊരു വീട്? പുറത്തെ ആ കളപ്പുരന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയ അതുപോരെ നമുക്ക്? തഥാസ്തു. ആ കുടുംബത്തിലെ 3 തലമുറയിലെ ആൾക്കാരും കൃഷ്ണനെ വേലക്കാരനായിട്ട് തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവൾക്ക് കൃഷ്ണനോട് പ്രണയം തോന്നി കാരണം ഹീസ് ഔട്ട്സൈഡർ. കൃഷ്ണനെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതും ജോലിക്കാരനായിട്ട് തന്നെയാണ്. വിച്ച് മീൻസ് ആരും ചോദിക്കാനും പറയാനില്ലാത്ത ഒരു അനാഥ പയ്യനെ കിട്ടിയപ്പോൾ അവനെ ജോലിക്കാരനായിട്ട് തന്നെ വളർത്തി ആ വീട്ടിലെ അടിമപ്പണി മൊത്തം ചെയ്യിപ്പിച്ച് അവന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അമ്മച്ചിയുടെ മനസ്സ് തങ്ക മനസ്സാണത്രേ. തങ്ക അനാഥയെ എടുത്തു വളർത്തിയതിന്റെ നന്ദിയാണ് കൃഷ്ണൻ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കാത്തത്. ബട്ട് there's only a thin line between gratitude and obedience. And the funny part is, you never really know which side you're on. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ. ടോർച്ച് മടിയായിട്ട് ഉമ്മർത്ത് നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉറങ്ങാ കൃഷ്ണ?